ಶ್ರೀ ಗುರುಭ್ಯೋ ನಮಃ. ಕಾಲಿಕಾಲಿ ಮಹಾಕಾಲಿ ಭದ್ರಕಾಲಿ ನಮೋಸ್ತುತೆ. ಕುಲಂಚ ಕುಲಧರ್ಮಂಚ ಮಾಂಚ ಪಾಲಯ ಪಾಲಯ. ಜ್ವಾಲಾಕರಾಲಮತ್ಯುಗ್ರ ಮಶೇಷಾಸುರಸೂದನಂ ತ್ರಿಶೂಲಂ പാത്തുനോർഭീതേർഭദ്രകാലി നമോസ്തുതേ. ഏതാവൂരുണ്ട് ഈ പുണ്യനലത്തിൽ സന്നിഹിതളായിട്ടുള്ള മഹാകാലി ധർമ്മ ക്ഷേത്രത്തിൽ ഈ പുണ്യനലത്തിൽ നടക്കുന്ന ഈ വാർഷികോത്സവത്തിൻ്റെ ഒരു അംഗമായിട്ട് വെച്ച ഈ ദിവ്യവേദിയിൽ ഉപസ്ഥിതരുള്ള എല്ലാ യതിവര്യರಿಗೆ എൻ്റെ സാദര നമസ്കാരങ്ങൾ. അല്ലാണ്ട് ഈ ಕ್ಷೇತ್ರത്തിൻ്റെ MLA ಅವರಿಗೂ ಎಲ್ಲ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳಿಗೂ ISROൻ്റെ മാധവ നായരവരിಗೂ പിന്നെ എല്ലാ ഗണ്യാതിഗണ്യ വ്യക്തികൾക്കും പിന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ഹൃദയഭാഗമായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും മൂകാംബിക തന്ത്രി രാമചന്ദ്ര അടിಗ എൻ്റെ ദിവ്യ നമസ്കാരങ്ങൾ. ആനന്ദനായര ഒരു വളരെ പരിശ്രമത്തിൻ്റെ ഫലം ഈ ദിവ്യക്ഷേത്രം. മഹാകാലിക ക്ഷേത്ര എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഞാൻ അറിയുന്ന പോലെ വളരെ റെയറാണ്. ഈ ഭാഗത്തിലുള്ള ഒരു പുണ്യക്ഷേത്രമായിട്ട് പ്രസിദ്ധ ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം മുമ്പിൽ വരുന്ന ദിവസത്തിൽ ആവണമെന്ന് എൻ്റെ മനസ്സിನ ഒരു ആഗ്രഹം. അല്ലാണ്ട് ഈ നിലത്തിലുള്ള പുണ്യ ഒരു ഫലം ആ ദേവി ഇവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു മനസ്സ് ചെയ്തതാണ്. നമ്മൾ ധർമ്മത്തിൻ്റെ ഒരു പവിത്രമായിട്ടുള്ള ശക്തി എന്നാൽ ദേവാലയങ്ങളാണ്. ഒരു ദേവാലയം സ്ഥാപന ചെയ്യാൻ അത് വളരെ ജന്മജന്മാന്തരത്തിൻ്റെ ഭാഗ്യ വേണം. ധർമ്മ പറയുന്നതേ അങ്ങനെ. ധാരണാത് ധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയത്തെ പ്രജാഹ എന്നിട്ട് ഏത് നമ്മൾ നിഗ്രഹിച്ചിട്ട് എത്തിപ്പിടിച്ചിട്ടുണ്ടോ അതേ ധർമ്മം, അതേ ദൈവമാണ്. ദൈവനിശ്ചയത്തിൽ മാത്രം ദേവതാ സ്ഥാപനയോ ദേവതാ അമ്പലോ പ്രതിഷ്ഠ ചെയ്ത് ഭക്തജനങ്ങൾക്ക് ആ ദേവര നിത്യദർശനം കൊടുക്കാനുള്ള ഒരു അവകാശം കിട്ടുന്നതാണ്. ആ മഹാകാലി എന്നാൽ മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നത് ധർമ്മ കൊടുക്കുന്ന ഒരു ശക്തി ദേവത്തെ എന്നിട്ട്. യഥാർത്ഥമായിട്ടുള്ള പേര് ആനന്ദനായർ ഈ ക്ഷേത്രത്തിനെ വെച്ചിട്ടുണ്ട്. കാലിക ധർമ്മക്ഷേത്രം, മഹാകാലി ധർമ്മക്ഷേത്രം എന്നിട്ട്. ധർമാർത്ഥേ ഹോമേ വിനിയോഗ എന്നിട്ട് സപ്തശതി പ്രഥമ ചരിത്രയിൽ അമ്മയ്ക്ക് കാലിക്ക് ആഹുതി കൊടുക്കുന്നതാണ്. ധർമ്മം എന്നാൽ ധാരണാത് ധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയത്തെ പ്രജാഹ. നമ്മൾ ജന്മജന്മാന്തര്യത്തിൻ്റെ ദോഷങ്ങൾ കളയുന്നവർ സ്വരൂപിണിയാണ് മഹാകാലി. ആ കാലി ധർമ്മദേവതയാണ്. നമുക്കു നമ്മൾ സന്തതിക്കല്ല ധർമ്മമാർഗം അനുഗ്രഹപ്രദായിനിയാണ് മഹാകാളി. ആ കാലി നമുക്ക് നമ്മൾ കുലഞ്ച കുലധർമ്മഞ്ച നമ്മളെ കുലധർമ്മവും നമ്മളെ രക്ഷണ ചെയ്യുന്ന ഒരു പ്രഥമ ആ ദുർഗാ സ്വരൂപിണിയാണ്. ആ ദുർഗത്തിനാശിനി എന്ന് പറയുന്ന പോലെ എല്ലാ ദുർഗത്തികള കളയുന്ന ഈ ദിവ്യക്ഷേത്രം വരുന്ന എല്ലാ ഭക്തജനങ്ങള എല്ലാ ദോഷങ്ങൾ നിവൃത്തി ചെയ്ത് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹം ദേവി ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ദേവിയടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഈ സമയത്തിൽ ആനന്ദനായരിക്കു ಅವರ സംസാരം പരിവാരം പിന്നെ ಅವರ പിന്നാടി നിന്ന് അവർക്ക് ഈ മഹത് കാര്യത്തിൽ സഹായിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ആയുരാരോഗ്യ ഐശ്വര്യ മനസ്സമാധാനം എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹം
ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ദിവസം പ്രഥമ കാലിക പുരസ്കാരം എനിക്ക് ആനന്ദ നായർ തന്നത് നമ്മൾ വർഷങ്ങളെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഈ പുരസ്കാരമാണ്. ഈ പുരസ്കാരം ദേവി മൂകാംബിക ഭക്തനായിട്ടുള്ള ആനന്ദ നായർ മൂകാംബിക ദിവ്യ ചരണത്തിലെ സമർപ്പിച്ച ഒരു പൂജಾ സമർപ്പಣ എന്നിട്ട് ഞാൻ മൂകാംബിക ദേവിಯ പാദാരവിന്ദലത്തിൽ അവർ സമർപ്പിച്ച ഈ പുരസ്കാരം സമർപ്പിച്ചിട്ട് ആ ദേവിയ ആരാധന ചെയ്യുന്ന ഒരു വ്യക്തി അന്ന് എന്നെ പരിഗണിച്ചിട്ട് ഈ പുരസ്കാരം കൊടുത്തു തന്നെ അവർക്ക് വളരെ നന്ദി നമസ്കാരം പറഞ്ഞിട്ട് എല്ലാവർക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ 2 വാക്കുകൾ മഹാകാലി ധർമ്മസ്ഥല ധർമ്മദേവതയായിട്ടുള്ള കാളി മാತೆಯ പദ ചരണാരവിന്ദത്തിൽ സമർപ്പണ ചെയ്ത് വിശ്രമിക്കുക. നന്ദി, നമസ്കാരം.